എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കൊന്നുമല്ല, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാകുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു സൂത്രപ്പണിയാണല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായവും പറയണം. അപ്പോൾ അധികമൊന്നും പറഞ്ഞിട്ട് ഞാൻ നീട്ടുന്നില്ല, വീഡിയോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് കുറച്ച് പാൽപ്പൊടി ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ പാൽ ഇരിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി കലക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ചൊരു കട്ടിക്കുള്ള പാലാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പാലും അതുപോലെ തന്നെ പഞ്ചസാരയും ഇതിൽ ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ ലേശം വാനില എസൻസ് കൂടി ഇതിൽ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിറപ്പ് ശരിയാവും. അപ്പോൾ പഞ്ചസാരേൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഒരുവിധം കുറച്ചൊരു മുന്നിൽ നിൽക്കുന്ന രീതിയിൽ മധുരം ഉണ്ടായാൽ നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സിയിൽ തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീമിന് നല്ല തണുപ്പ് വേണം. മിക്സിയിൽ ചെയ്യുമ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ മിക്സീൻ്റെ ജാർ ഒരു ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക വേണം, എന്നാലേ കറക്റ്റായിട്ട് ബീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ ചെയ്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനപ്പോൾ ഒരു 2 പേസ്ട്രിയാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിലാകുമ്പോൾ ശരിക്കും 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 കപ്പൊക്കെ മതി വിപ്പിംഗ് ക്രീം. അപ്പോൾ ഞാനിത് കുറച്ചധികം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വിപ്പിംഗ് ക്രീം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കണം. അപ്പോൾ ആദ്യം ഇങ്ങനെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരും. അതിനുശേഷം പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടെ ഹൈ സ്പീഡിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ മിക്സി തിരിയുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് മാറുമ്പോൾ അറിയാൻ പറ്റും ആയിട്ടുണ്ടെന്ന്. മിക്സിയുടെ ജാറിൻ്റെ തണുപ്പ് പോവരുത് കേട്ടോ. തണുപ്പുണ്ടെങ്കിൽ നന്നായിട്ട് ആയിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇങ്ങനെ മതി. ഇനി നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് വരും. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു ബ്രെഡാണ്. അപ്പോൾ ഞാനിത് 4 പീസ് ബ്രെഡ് കൊണ്ട് ഒരു 2 ചെറിയ പേസ്ട്രീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇതുപോലൊരു പ്ലേറ്റ് ഞാൻ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് വയ്ക്കുകയാണ്. അപ്പോൾ താഴെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ബ്രെഡ് ഇങ്ങനെ മൂവ് ചെയ്യാണ്ടിരുന്നോളും. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പാലിൻ്റെ മിക്സില്ലേ, പാലും പഞ്ചസാരയും വാനില എസൻസൊക്കെ കൂടിയിട്ടുള്ളത്, അത് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് വെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ബ്രെഡ് ഇങ്ങനെ കുതിരുന്ന പോലെ ആക്കണം. പിന്നെ അതേ അടുത്തൊരു ബ്രെഡിൻ്റെ പീസും കൂടെ ഞാൻ വെക്കുകയാണ്. എന്നിട്ട് 2 എണ്ണവും വെറ്റ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ബ്രെഡിൻ്റെ പീസ് വയ്ക്കുക, അത് വെറ്റ് ചെയ്യുക. അടുത്ത ബ്രെഡിൻ്റെ പീസ് വയ്ക്കുക, എന്നിട്ട് അതും വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ടൊരു കേക്ക് പോലെ അടുപ്പിച്ചടുപ്പിച്ച് ബ്രെഡുകൾ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഞാൻ ഒരെണ്ണം ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്നല്ല, നല്ല നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ക്രീമൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് മറ്റേ ചാനലിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു ഒറിജിനൽ പേസ്ട്രീൻ്റെ ഒരു ടേസ്റ്റ് വരാനാണ് നമ്മൾ വാനില എസൻസും പാലൊക്കെ കൂടിയിട്ട് വെറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ സ്മെല്ലൊക്കെ പോവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട, ഏകദേശം ഒന്ന് നീറ്റായിട്ട് കവർ ചെയ്താൽ മതി. മുകളിൽ നമ്മളിനി കുറച്ച് മിൽക്കി ബാർ ഗ്രേറ്റ് ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴല്ലേ കറക്റ്റ് ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു രീതിക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതേ എൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ലൈറ്റിൻ്റെ ചൂടുകൊണ്ടാണ് തോന്നുന്നു ക്രീം കുറച്ചൊക്കെ മെൽറ്റായി തുടങ്ങി. അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ. ഞാനിപ്പോൾ അതേ നമ്മുടെ ചെറിയൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ കേക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ ഒരു രീതി. പിന്നെ പാലും വാനില എസൻസൊക്കെ ചേർത്ത് വെറ്റ് ചെയ്യുമ്പോൾ ഒട്ടും അറിയില്ല ബ്രെഡാണ്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ആ ഒരു ബ്രെഡ് ഇങ്ങനെ സോക്കാവും, ആ പാലൊക്കെ ഇറങ്ങി ചെന്ന്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കറക്റ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു കേക്കിൻ്റെ ടേസ്റ്റ് വരിക. നമ്മളിപ്പോൾ ഹോം മെയ്ഡായിട്ട് എന്തെങ്കിലും ടൈപ്പ്
ക്രീമുകളൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായാലും ആ ഒരു ബ്രെഡാണല്ലോ, അപ്പോൾ ഒരു പെർഫെക്ഷൻ അങ്ങോട്ട് കിട്ടില്ല. വിപ്പിംഗ് ക്രീം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഒട്ടും ബ്രെഡാണെന്ന് അറിയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു കൊച്ചു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് കേക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തരുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതിപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലീനെ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്